ഓക്കെ, താങ്ക് യു. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഒരുമിച്ച് ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുകയാണ്. ഈ മീറ്റിംഗ് ഹാളിൽ നമ്മൾ സംസാരിക്കുന്നതും സാങ്കേതിക വിദ്യയുടെ ചില സാധ്യതയെ കുറിച്ച് തന്നെയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പല മേഖലയിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ യഥാർത്ഥമായ പവർ ഇന്ന് മനുഷ്യന്റെ ഓരോ ദൈനംദിന ആവശ്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തിനും ഏതിനും നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നൂതനമായ ഒരു ബിസിനസ് മേഖല, അതും ഏറ്റവും നൂതനമായ ഒരു ആശയത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും അല്പസമയം ഈ മീറ്റിംഗ് ഹാളിലേക്ക് മാറ്റിവെച്ച് നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ സംസാരിക്കപ്പെടുന്ന ഓരോ പോയിന്റിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരാളും സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ സിസ്റ്റത്തിന്റെ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഈ സിസ്റ്റം ചെതർ ഓഷ്യൻ എന്ന സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് ആണ്. ഈ സിസ്റ്റം മാർക്കറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സെഗ്മെന്റ് മാർക്കറ്റിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വുഡ, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്, വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്. www.tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഇതിന്റെ ആധികാരികമായ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിന്റെ ഓപ്പറേഷൻസ് ലെവൽസ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കൂ. മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, ഇതിൽ ഏത് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചും നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ സിസ്റ്റം മാർക്കറ്റിലേക്ക് ഓപ്പൺ ആകുന്നത് 2024 മാർച്ച് 20 അന്ന് ഇത് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻസ് വളരെ പ്രത്യേകമുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഈ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാലറ്റിനെ എൻക്രിപ്റ്റഡ് മോഡിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം. എന്താണ് എൻക്രിപ്റ്റഡ് മോഡ് എന്ന് ചോദിച്ചാൽ, കീ ഫ്രേസ് ആർക്കും വിസിബിൾ അല്ലാത്ത രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വാലറ്റിനെയാണ് ഈ സ്മാർട്ട് കോൺട്രാക്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം, ഈ വാലറ്റിൽ വന്നിരിക്കുന്ന ഫണ്ടിനെ ടച്ച് ചെയ്യാൻ ഈ സ്മാർട്ട് കോൺട്രാക്റ്റിൽ പറയുന്ന പ്രോഗ്രാമിന് മാത്രമേ സാധിക്കൂ. ആ പ്രോഗ്രാമിൽ ഉള്ളതാണെങ്കിലോ ബൈയും സെല്ലും മാത്രം. ആര് വാങ്ങുമ്പോഴും ആര് വിൽക്കുമ്പോഴും ആ സ്മാർട്ട് കോൺട്രാക്ട് ബാലൻസിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അല്ലാതെ മാനുവലായിട്ട് വാലറ്റ് ഓപ്പൺ ചെയ്യാനോ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനോ ലോകത്ത് ഒരിക്കലും ആർക്കും സാധിക്കാത്ത രൂപത്തിൽ 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഈ സിസ്റ്റം ആധികാരികമായ ഒരു മെസ്സേജ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ആ മെസ്സേജ് സമൂഹത്തിലെ ഓരോ ആളുകൾക്കും ഗുണം ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ്. തീർച്ചയായും ഗുണം ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോമും ധൈര്യസമേതം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ പ്ലാറ്റ്ഫോം മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ചെയ്യുന്ന എല്ലാവർക്കും 43% ഇൻസ്റ്റന്റ് പേ ഔട്ട് ഈ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതെല്ലാം USDTയുടെ ടേംസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ ആധികാരികമായ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ആവശ്യം $20 മുതൽ $1000 റേഞ്ചിലുള്ള ഒരു സംഖ്യയാണ്. അത് $21, $22, $25, $50, $1000 വരെയുള്ള ഏത് സംഖ്യയും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊടുത്ത സംഖ്യയുടെ 20%
നമ്മൾ കൊടുക്കുന്ന സംഖ്യയുടെ 35% വിലയുള്ള യൂണിറ്റ്സ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഹോൾഡിങ്ങിൽ കിട്ടും. ആ യൂണിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് സെല്ല് ചെയ്തെടുക്കാവുന്നതുമാണ്. എന്നാൽ ആ യൂണിറ്റ്സ് ഒന്ന് ഹോൾഡ് ചെയ്താൽ ഈ സിസ്റ്റം പിന്നീട് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ യൂണിറ്റ്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതായത് 35% നിന്ന് 35.1, 31.2, 36, 37, 38, 40, 50, 100, 200, 300, 400 അങ്ങനെ എത്ര ശതമാനം ഗ്രോത്തിലേക്ക് വേണമെങ്കിലും ആ യൂണിറ്റ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത്രയും നാൾ കാത്തിരുന്നാൽ മാത്രം മതി. ഇവിടെ ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്, സർ മുടക്കുന്ന എമൗണ്ട് $1000, അതിന്റെ 35% എന്ന് പറഞ്ഞാൽ $350 അല്ലേ ഉള്ളൂ. ഞാൻ പരിചയപ്പെട്ട വേറൊരു സിസ്റ്റത്തിൽ അങ്ങനെയല്ലല്ലോ, അവിടെ 100% ലഭിക്കുമല്ലോ. തീർച്ചയായും. പക്ഷെ ആ 100% സെല്ല് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഒരുപക്ഷെ ഉത്തരം. അല്ലെങ്കിൽ ആ 100% കിട്ടിയ യൂണിറ്റിന്റെ വാല്യൂ താഴ്ന്നു പോകുമോ? ഉറപ്പായിട്ടും താഴ്ന്നു പോകും. അങ്ങനെ താഴ്ന്നു പോയി ആ യൂണിറ്റ് അത്രയും ഒരു വാല്യൂം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമോ? ലിക്വിഡൈസ് ചെയ്ത് പോകുമോ? അതിനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ 35% എന്നുള്ളത് ഒരു കാരണവശാലും 34.99% കുറയില്ല. 35.01% കൂടുകയുള്ളൂ. അതും ഇൻസ്റ്റന്റ് ആയിട്ട് സെല്ല് ചെയ്യണമോ? സെല്ല് ചെയ്യാൻ സാധിക്കും. വളരെ കൃത്യതയുള്ള ഒരു മാത്തമാറ്റിക്സ് അതിനുവേണ്ടി സിസ്റ്റം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് മാത്തമാറ്റിക്സ് എന്ന് ചോദിച്ചാൽ, ഓരോ ബൈ പ്രോസസ് നടക്കുമ്പോഴും അതിൽ എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്യപ്പെടുന്നത്, എത്ര എമൗണ്ട് കൊണ്ടാണോ വാങ്ങപ്പെടുന്നത്, അതിന്റെ 52% ഉപയോഗിച്ച് ഒരു ലിക്വിഡിറ്റി, ഒരു ട്രഷറി ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അത് Web20 ബ്ലോക്ക് ചെയിനിലുള്ള ഒരു വാലറ്റ് ആണ്. എൻക്രിപ്റ്റഡ് മോഡൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാലറ്റ്. അപ്പൊ 52% ലിക്വിഡിറ്റിയിലേക്ക് മാറ്റിവെച്ചാൽ ബാക്കി എത്രയുണ്ട്? 48% സംഖ്യയുണ്ട്. ആ 48% സംഖ്യ അതിൽ 5% ഉപയോഗിച്ച് സിസ്റ്റം മെയിൻ്റെനൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാക്കി 43% ഈ സിസ്റ്റത്തിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട്, അഫിലിയേറ്റ് ഇൻകം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഓരോ ബൈ പ്രോസസ്സിലും സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇനി സെൽ പ്രോസസ്സിലേക്ക് വരുമ്പോഴോ, അവിടെ കൃത്യമായി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് സെല് ചെയ്യുന്ന യൂണിറ്റ് അത്രയും 100% ബേൺ ചെയ്ത് കളയുകയാണ്. അപ്പൊ ബേൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെല് ചെയ്യുന്ന യൂണിറ്റ് വേറൊരാളുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല, സിസ്റ്റത്തിലേക്ക് തിരിച്ചു കിട്ടണം. സോ യൂണിറ്റ് സെല് ചെയ്യുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് ആ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് തിരിച്ചു കിട്ടുന്നു, അത് ബേൺ ചെയ്ത് പോകുന്നു. പകരം എത്ര എമൗണ്ട് ആണോ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്, ആ സെല്ല് ചെയ്ത ആൾക്ക് കൊടുക്കേണ്ടത്, അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ 90% ഇൻസ്റ്റന്റ് ആയിട്ട് ലിക്വിഡിറ്റി റിലീസ് ചെയ്ത് കൊടുക്കുന്നു. സോ വിൽക്കാൻ പോകുന്ന ഒരാൾക്ക് ഒന്നിനു വേണ്ടിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് ലിക്വിഡിറ്റി നിന്ന് പണം എടുത്തു കൊടുക്കുന്നു. സോ വളരെ വേഗം നടക്കുന്ന ഈ പ്രോസസ്സിലൂടെ എല്ലാവരും ഹാപ്പിയായ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കഴിഞ്ഞ 10 മാസങ്ങൾ പിന്നിട്ടപ്പോ, അതായത് ഇന്നിപ്പോ 17/2/2025 ആണ്. കേവലം 3 ദിവസം കൂടെ കംപ്ലീറ്റ് ചെയ്താൽ 11 മാസം പൂർത്തീകരിക്കപ്പെടും. ഇന്ന് 20/23 8/23 ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ ഇന്നത്തെ ബൈ പ്രൈസ് 0.23589 എന്നാണ്. ഇന്ന് 3500 യൂണിറ്റ്സ് ആദ്യം ഒരു കസ്റ്റമർക്ക് ഈ സിസ്റ്റത്തിൽ കിട്ടിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത സ്ലൈഡിൽ എങ്ങനെയാണ് ഈ 3500 യൂണിറ്റ്സ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ 3500 യൂണിറ്റ്സ് ഇന്ന് അദ്ദേഹം സെല്ല് ചെയ്താൽ 825.61 USDT അദ്ദേഹത്തിന് എൻകാഷ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, 3500 യൂണിറ്റ്സ് ഇന്ന് സെല്ല് ചെയ്താൽ 825.61 USDT ലഭിക്കും. അപ്പോൾ ആ 3500 യൂണിറ്റ്സ് കിട്ടാൻ ഇന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാകും? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സിസ്റ്റത്തിൽ പറയുന്ന ഈ ടേബിൾ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിസ്റ്റം ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞു 2024 മാർച്ച് 20. അന്ന് ഈ സിസ്റ്റത്തിലെ ഫൈനൽ ലിക്വിഡിറ്റി വാല്യൂ 0 ആയിരുന്നു. 0 ലിക്വിഡിറ്റി എന്നാണ് സിസ്റ്റംസ് തുടങ്ങുന്നതെന്ന് അർത്ഥം. അന്ന് സിസ്റ്റത്തിൽ യൂണിറ്റ്സിന്റെ എണ്ണം 0 ആയിരുന്നു. അന്നൊരു ബൈ പ്രൈസ് മാത്രമേ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ബൈ പ്രൈസിൽ നിന്ന് സിസ്റ്റം തുടങ്ങിയപ്പോ ആദ്യത്തെ കസ്റ്റമർ ഈ സിസ്റ്റത്തിൽ വരുന്ന 100 USDT കൊണ്ടാണ്. അതിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക് വയ്ക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു ബൈ പ്രോസസ്സിൽ 52% ഉപയോഗിച്ച് ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ അതുവരെ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് $52 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. പകരം 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ $100 35% $35 ആണ്. ആ $35 ആ സമയത്ത് ബൈ പ്രൈസ് ആയ 0.01 കൊണ്ട് ഹരിക്കപ്പെടുമ്പോ
അവിടെ യൂണിറ്റുകളുടെ എണ്ണം കിട്ടും 3500. ഇപ്പൊ സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി വന്നു 52, കോയിന്റെ എണ്ണം വന്നു 3500. ഇത് സിസ്റ്റം ചെയ്യുന്ന ജോലി 52 ഡിവൈഡ് ബൈ 3500 എന്ന സംഖ്യ എടുക്കുന്നു. അതായത് ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ ഒരു പുതിയ ബൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു 0.01485. അത് ബൈ പ്രൈസ് ആയിട്ട് സെറ്റ് ആയാൽ അപ്പൊ തന്നെ പഴയ ബൈ പ്രൈസ് ആയ 0.01നെ സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആകുന്നു. നോക്കൂ, ഒരു ബൈ പ്രോസസ് നടന്നപ്പോ ബ്ലോക്ക് ചെയിനിൽ നടന്ന ട്രാൻസാക്ഷൻ എത്രമാത്രമാണ്. ഫണ്ട് ഉള്ളിൽ വന്നിട്ടുണ്ട്, ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പുതിയ ബൈ പ്രൈസ് കണ്ടെത്തിയിട്ടുണ്ട്, പഴയ ബൈ പ്രൈസിനെ സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രോസസ്സ് ബ്ലോക്ക് ചെയിനിൽ നടക്കുന്നുണ്ട്. അത് നടക്കാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട. BP20 പ്ലാറ്റ്ഫോമിൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സെക്കൻഡ് എടുക്കുമോ അത്രയും സെക്കൻഡ് മാത്രം. വീണ്ടും ഒരു $100 വാങ്ങുമ്പോൾ വീണ്ടും $52 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. കാരണം ഓരോ പേയ്മെന്റിന്റെയും ഓരോ ബൈ പ്രോസസിന്റെയും സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻ 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടണം. 35% വരെയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. നോക്കൂ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നടന്നപ്പോ അവിടെ $35 പുതിയ ബൈ പ്രൈസ് ആയ 0.01485 ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോ 2355 യൂണിറ്റ്സ് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ടോട്ടൽ സിസ്റ്റത്തിൽ കോയിന്റെ എണ്ണം കൂടി 5855.7692 ലിക്വിഡിറ്റി 104 രണ്ടാമത്തെ ലൈനിൽ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ലൈനിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. 104നെ 5855 കൊണ്ട് ഹരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 0.01776 എന്നാണ്. സോ ബൈ പ്രൈസ് വീണ്ടും കൂടി. ഇങ്ങനെ ഓരോ ബൈ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ലിക്വിഡിറ്റി കൂടിക്കൊണ്ടിരിക്കും, കോയിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു സെല്ല് നടക്കുമ്പോഴോ സിസ്റ്റം പറയുന്നത് ബേൺ ചെയ്ത് കളയുമെന്നാണ്. നോക്കൂ, 1000 യൂണിറ്റ്സ് സെല് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നോക്കൂ. അതിന് തൊട്ട് മുമ്പ് 7826.4899 യൂണിറ്റ്സ് ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്ന് 1000 യൂണിറ്റ്സ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ 6826.4899 യൂണിറ്റ്സ് ആയിട്ട് എണ്ണം കുറയുകയാണ്. അവിടെ 1000 യൂണിറ്റ്സിന് 0.01776 പ്രകാരം എത്ര എമൗണ്ട് വേണമോ അതിൽ നിന്ന് 90% പേ ഔട്ട് കൊടുത്തിട്ട് ബാലൻസ് 140.16 USDT ആയിട്ട് USDTയുടെ അളവും ലിക്വിഡിറ്റിയുടെ അളവും കുറയുകയാണ്. പക്ഷെ 140.016നെ 6826.4899 എന്ന കോയിൻ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 0.020510. വില വീണ്ടും കൂടി. വിൽക്കുമ്പോഴും വില കൂടുന്നു. ഇതുവരെ മാത്തമാറ്റിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാത്ത, എക്കണോമിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഒരു സയൻസ്. വാങ്ങുന്നവരുടെ എണ്ണം കൂടുമ്പോൾ വില കൂടുന്നു, വിൽക്കുന്നവരുടെ എണ്ണം വന്നാലും വില കൂടുന്നു. ഈ സിസ്റ്റം കഴിഞ്ഞ 10 മാസങ്ങൾ പിന്നിട്ട് 11 മാസത്തോടെ എത്താൻ പോകുമ്പോൾ ഇന്ന് ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഫൈനൽ ലിക്വിഡിറ്റി 66,134.933 USDT ആണ്. ആ സമയത്തുള്ള ലിക്വിഡിറ്റി കോയിന്റെ അളവ് 2,80,361.9779 ആണ്. അത് പ്രകാരം ഈ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ബൈ പ്രൈസ് 0.23589 സെൽ പ്രൈസ് 0.23587 ഈ സിസ്റ്റത്തിലേക്ക് ഒരുപക്ഷെ ഫെബ്രുവരി 3rd വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്നാണ് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ 3rd വീക്ക്. സോ 21ാം തീയതിക്ക് ശേഷം ഏത് സമയത്തും നമ്മുടെ കയ്യിലേക്ക് ഒരു മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ആ മാർക്കറ്റ് പ്ലേസിലെ പ്രൈസിങ്ങിനും കൃത്യമായ ഒരു സയൻസ് ഉണ്ട്. ചെതറോഷിന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 മടങ്ങാണ് എങ്കിൽ ഇന്ന് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയാൽ 0.23589 എന്ന പ്രൈസിന്റെ 5 മടങ്ങ് $1.17 വില മാർക്കറ്റ് പ്ലേസിൽ നിന്നുണ്ടാകും. മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ടെതറോഷിൽ നടക്കുന്ന ബൈ സെൽ പ്രോസസ് കൂടാതെ മാർക്കറ്റ് പ്ലേസിന്റെ പ്രോഫിറ്റിന്റെ 20% ഈ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ് നടക്കാൻ പോകുന്നുണ്ട്. ബൈയും സെല്ലും നടക്കുമ്പോൾ കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നുണ്ടാകും. എന്നാൽ ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് ആഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിൽ, അത് പ്രോഫിറ്റ് ആയി വരുന്ന ഫണ്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സിൽ അവിടെ കോയിന്റെ എണ്ണത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു $4000 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ $66,000 $70,000 ആയിട്ട് മാറും. കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരാത്തത് കൊണ്ട് പ്രൈസ് 0.23ൽ നിന്ന് 0.250ലേക്ക് ജമ്പ് ചെയ്ത് കയറി നമുക്ക് കാണാൻ സാധിക്കും. വളരെ പെട്ടെന്ന് പ്രൈസ് മാറുന്ന പ്രോസസ്സിലേക്ക് ഈ സിസ്റ്റം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ 0.25ലേക്ക് സിസ്റ്റം മാറിയാൽ പഴയ ബൈ പ്രൈസ് ആയ 0.23 സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആകും. അപ്പൊ മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ് എത്രയായി മാറും നോക്കി, $1.25ലേക്ക് മാറും. 1.17 $1.25 ആയിട്ട് മാറി. ആ സമയത്ത് ഒരാൾ സെല്ല് ചെയ്യുന്നു 2000 യൂണിറ്റ്സ്. 2,80,000 നിന്ന് 2000 യൂണിറ്റ്സ് കുറഞ്ഞ് 2,78,000 ആയിട്ട് മാറും.
അവിടെ കൊടുക്കേണ്ട പേയ്മെന്റ് 0.23589 പ്രകാരം കൊടുക്കേണ്ട പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ $69,710 ആയിട്ട് ലിക്വിഡിറ്റി മാറും. പുതിയ കോയിൻ പ്രൈസ് വരും 0.250428. വില വീണ്ടും കൂടി. മാർക്കറ്റ് പ്ലേസിലെ വില കൂടി 0.125214. അവിടെയും വില കൂടി. സോ എന്ത് മാറ്റം ടെതറോഷിന്റെ ലിക്വിഡിറ്റിയിലോ കോയിൻ നമ്പറിലോ വന്നാലും അത് ബൈ സെൽ പ്രോസസ്സിലൂടെ ആകാം, ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്ന രൂപത്തിലാകാം, മാർക്കറ്റ് പ്ലേസിൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. 5 മടങ്ങായിട്ട് റിഫ്ലക്ഷൻ ഉണ്ടാകും. വീണ്ടും നോക്കൂ, ഒരു USDT വാങ്ങുന്നു $1000. ആരൊക്കെയോ വാങ്ങുന്നു, ആരൊക്കെയോ വിൽക്കുന്നു, ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടുന്നു. പല പ്രോസസ്സിലൂടെ സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റിയിലും കോയിൻ നമ്പറിലും മാറ്റം വരാൻ പോവുകയാണ്. ഇത് നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പെടാൻ പോകുന്ന കാര്യമാണ്. സോ 1000 USDT വാങ്ങുമ്പോൾ വീണ്ടും 52% ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടും. $70,230 ആയിട്ട് ലിക്വിഡിറ്റി കൂടി. ആ കസ്റ്റമർക്ക് 1397.6072 യൂണിറ്റ്സ് കിട്ടുകയാണ്. ടോട്ടൽ യൂണിറ്റിന്റെ എണ്ണം 2,79,761 ആയിട്ട് മാറി. കോയിൻ പ്രൈസ് 0.251036 ചേഞ്ച് ചെയ്തു. മാർക്കറ്റ് പ്ലേസിൽ പ്രൈസ് $1.255518 ചേഞ്ച് ആയി. സമയത്ത് ഒരു $4,000 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ $74,000 ആയിട്ട് ലിക്വിഡിറ്റി കൂടുന്നു. കോയിൻ പ്രൈസ് 0.265334 എത്തുന്നു. മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ് $1.3 എത്തുന്നു. സോ 1.17 നിന്ന് 1.3 എത്താൻ എന്ത് മാറ്റമാണ് വേണ്ടത്? വളരെ ചെറിയ 2-3 കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും 1.3 എത്തുകയാണ്. നോക്കൂ, ആ സമയത്ത് ഈ 3500 യൂണിറ്റ്സ് വിറ്റൊരാൾ 0.265334 വിൽക്കുമ്പോൾ $928.66 വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. നോക്കൂ, പ്രസന്റ് പ്രൈസിൽ വെറും $825 കിട്ടിയപ്പോ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോഴത്തേക്കും അത് $928 ആയിട്ട് $103 പ്രോഫിറ്റ് കിട്ടുന്ന ആളായിട്ട് ടെതറോഷ്യൻ പ്ലാറ്റ്ഫോമിൽ ആളുകൾ മാറുകയാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, ഈ വരാൻ പോകുന്ന നിസ്സാര ദിവസങ്ങൾ എത്രമാത്രം യൂണിറ്റ്സ് കൈവശം വെക്കേണ്ട ആളുകളായിട്ട് നമ്മൾ മാറണം. ചിന്തിക്കേണ്ട മാറ്റർ അവിടെയാണ്. സജീവമായി ബിസിനസ് ചെയ്തുകൊണ്ട് മാക്സിമം യൂണിറ്റ്സ് കളക്ട് ചെയ്യപ്പെടേണ്ട സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് സിസ്റ്റം. കാരണം കോയിൻ സെല്ലിൽ ലിമിറ്റിലൂടെയും ടീം ഇൻകം ലിമിറ്റിലൂടെയും വളരെ കൃത്യമായ ഒരു സയന്റിഫിക് അപ്രോച്ച് ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാണ് കോയിൻ സെല്ലിൽ ലിമിറ്റ് നമുക്ക് പരിശോധിക്കാം. വളരെ സിമ്പിൾ ആണ്. $928 വിലയുള്ള ഒരു സമയത്ത് ഈ 3500 യൂണിറ്റ്സ് കിട്ടിയാൽ അത് വിൽക്കാൻ തീരുമാനിച്ചു. സിസ്റ്റം പറയുന്നു $100 $200 വരെ മാത്രമേ വിൽക്കാൻ സാധിക്കൂ. സ്വാഭാവികമായിട്ടും 928 നിന്നും $200 വിൽക്കാം. ബാക്കി $728 അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ വിൽപ്പന നടക്കുമ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും വില കൂടും. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് 90% $180 ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. ബാക്കി $728 വിഡ്രോ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് റീബൈ ചെയ്തേ പറ്റൂ. ആ റീബൈ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് അദ്ദേഹം പുറമേ നിന്ന് കണ്ടെത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ $180 ഉണ്ട്. അതിൽ $100 ഉപയോഗിച്ച് റീബൈ ചെയ്തു എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. എങ്കിൽ വീണ്ടും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടും. 35% വിലയുള്ള യൂണിറ്റ്സ് വീണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടും. സോ 728 കൂടെ 35 കൂടുമ്പോൾ $763 ആയിട്ട് അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ മാറി. വീണ്ടും അതിൽ നിന്ന് $200 ഇൻസ്റ്റന്റ് ആയിട്ട് വിറ്റഴിക്കാൻ സാധിക്കുമ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും വില കൂടുന്നു. $180 അദ്ദേഹത്തിന് കിട്ടുന്നു. വീണ്ടും $559 എപ്പോഴും ലിക്വിഡിറ്റിയിൽ ബാലൻസ് ഉണ്ട്. കോയിൻ അത്രയും യൂണിറ്റ്സ് വിലയുള്ള യൂണിറ്റ്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ട്. സോ അദ്ദേഹം ആ 3500 യൂണിറ്റ്സും വിൽക്കാൻ തീരുമാനിച്ചാൽ $928 അദ്ദേഹത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്ത് എടുക്കാൻ സാധിക്കും. വിറ്റ് റീബൈ ചെയ്ത് വിറ്റ് റീബൈ ചെയ്ത് വിറ്റ് റീബൈ ചെയ്ത് ആ പ്രോസസ്സിലൂടെ മാത്രം. സോ 9 പ്രാവശ്യം കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ആ എമൗണ്ട് എടുക്കാൻ സാധിക്കൂ. സോ ഈ 9 പ്രാവശ്യവും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിക്കൊണ്ടിരിക്കും. ഈ 9 പ്രാവശ്യവും മാർക്കറ്റ് പ്ലേസിൽ പ്രൈസും കയറിക്കൊണ്ടിരിക്കും. സോ വളരെ സജീവമുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ സിസ്റ്റം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇനി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻകം പരിശോധിച്ച് നോക്കി. അവിടെയും വളരെ പെട്ടെന്ന് തന്നെ റീബൈ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് സിസ്റ്റം നമ്മളെ നയിക്കുകയാണ്. റീബൈ ചെയ്യുമ്പോൾ വീണ്ടും വില കൂടുന്ന പ്രോസസ് ഉള്ളത് കൊണ്ട് ടെതറോഷ്യന്റെ മാർക്കറ്റ് പ്ലേസിലും ടോവ പ്ലാറ്റ്ഫോമിലും മാർക്കറ്റ് പ്ലേസിലും എല്ലാം വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടം വളരെ നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കയ്യിലേക്ക് ഓപ്പൺ ചെയ്ത് വരികയാണ്. സിസ്റ്റത്തിൽ നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് പാസീവ് ഇൻകം സോഴ്സ് 2 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കോയിന്റെ അപ്രീസിയേഷൻ തന്നെയാണ്. ഇപ്പൊ $100 വിറ്റൊരാൾ വാങ്ങിയൊരാൾ
$825 എത്തിയത് നമ്മൾ കണ്ടു. അത് 928 പോകാനുള്ള സാധ്യത നമ്മൾ കണ്ടു. ഇത്തരത്തിൽ വിർച്വൽ കോയിൻ അപ്രീസിയേഷൻ എത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നത് അയാളുടെ മാത്രം ചോയ്സ് ആണ്. ചെറുപ്പത്തിൽ ചെറിയ എമൗണ്ടിൽ വിട്ടുകളയാമോ അതോ വലിയ എമൗണ്ട് വരെ കാത്തിരിക്കണമോ, അയാൾക്ക് ഡിസിഷൻ എടുക്കാം. അതോടൊപ്പം 100, 500, 1000 ഈ 3 എമൗണ്ട് കൊണ്ട് ആരെങ്കിലും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സിസ്റ്റം എവറി ഡേ 1:30 PM ഒരു പൂൾ ഇൻകം കൊടുക്കും. അതിന്റെ ഫണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ടേൺ ഓവറിന്റെ 4% ഫണ്ട്, ചെതറോഷിന്റെ ടേൺ ഓവറിന്റെ 4% ഫണ്ട്. അതിന്റെ കൂടെ ഇതിന്റെ മാർക്കറ്റ് പ്ലാൻ പരിശോധിച്ചാൽ അവിടെ ഒരു അൺപെയ്ഡ് ഇൻകം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ചില കണ്ടീഷൻസ് ഈ മാർക്കറ്റ് പ്ലാനിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച് ആർക്കെങ്കിലും പേ ഔട്ട് ഇല്ലെങ്കിൽ ഈ 4% ഫണ്ടിന്റെ കൂടെ ഈ അൺപെയ്ഡ് ഇൻകം കൂടി ആഡ് ചെയ്തപ്പെടുമ്പോ എത്ര സംഖ്യയുണ്ടോ ആ സംഖ്യയാണ് ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിസ്റ്റം ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആയിട്ട് കൊടുക്കുന്നത്. സോ അവിടെ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ചോയ്സ് ഉണ്ട്. എന്താണ്? അദ്ദേഹം മുതൽ മുടക്കിയ $1600 അത് തിരിച്ചു കിട്ടുന്നവരെയും പൂൾ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. സോ $1600 പൂൾ ഇൻകത്തിലൂടെ ലഭിച്ചു. അദ്ദേഹം വാങ്ങിയപ്പോ 35% വരെയുള്ള യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. $560 മൂല്യം വരും. 1600ന്റെ 35% 560 അവിടെ നിന്ന് ഗ്രോ ചെയ്ത് 2x ലിമിറ്റ് $3200 അദ്ദേഹത്തിന് സെല് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സോ 3200 അദ്ദേഹം സെല്ല് ചെയ്തു എന്ന് ഇമാജിൻ ചെയ്താൽ $2880 അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടും. 2880ഉം 1600ഉം $4480 ഈ സിസ്റ്റത്തിൽ നിന്ന് പാസീവ് ഇൻകം സോഴ്സിലൂടെ മാത്രം ഒരു $1600 മുതൽ മുടക്കുന്ന ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിലോ, ഈ സിസ്റ്റത്തെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണെങ്കിലോ, എനിക്ക് കിട്ടിയ ബെനിഫിറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിലോ, അതെല്ലാം തയ്യാറുള്ള മനസ്സുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. സിസ്റ്റം സോളിഡ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ, സിസ്റ്റത്തിൽ ലാഭസാധ്യത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ മറ്റുള്ളവരോട് ധൈര്യസമേതം പറയും. അങ്ങനെ പറയുന്ന മാത്രയിൽ ഒരു ആക്റ്റീവ് ഇൻകം സോഴ്സ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. ആക്റ്റീവ് ഇൻകം സോഴ്സിലൂടെ ചെതറോഷൻ പ്ലാറ്റ്ഫോമിൽ മാത്രം 10 ലെവലിലേക്ക് 23% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 10 ലെവലിലേക്ക് 23%. ഫസ്റ്റ് ലെവലിൽ 10%. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ആരെല്ലാം സൈനപ്പ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. അത് 5 വേണോ, 10 വേണോ, 20 വേണോ, 100 വേണോ, 300 വേണോ, 500 വേണോ, 1000 വേണോ, നമ്മുടെ കപ്പാസിറ്റിയാണ് അതിന്റെ ചോയ്സ്. സിസ്റ്റം പറയുന്നു 5 വേണം മിനിമം. എന്തുകൊണ്ട്? 1, 2 ലെവലിൽ ക്രൈറ്റീരിയ സിസ്റ്റം വച്ചിട്ടില്ല. ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവലിൽ 3% സിസ്റ്റം തരുന്നുണ്ട്. എന്നാൽ 3, 4, 5 ലെവലിലേക്ക് എത്തുമ്പോൾ 2% നമുക്ക് ഇൻകം ഉണ്ട് അവിടെ. 3-ാമത്തെ ലെവലിൽ 2%, 4-ാമത്തെ ലെവലിൽ 2%, 5-ാമത്തെ ലെവലിൽ 2%. പക്ഷെ സിസ്റ്റം പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അത് കൊടുക്കൂ. ആ ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ? $20 തുടങ്ങാമെന്ന് നമ്മൾ കണ്ടു. പക്ഷെ റീബൈ ചെയ്ത് അദ്ദേഹം $50 എത്തിയിട്ടുണ്ടാകണം. 5 ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടാകണം. $250 ബിസിനസ് ചെയ്യുകയും വേണം. 6, 7, 8ൽ 1% വീതം നമുക്ക് ഇൻകം ഉണ്ട്. $100 പാക്കേജിലേക്ക് നമ്മൾ എത്തുകയും 5 ഡയറക്റ്റ് റെഫറൽ എന്ന ആ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം ചെയ്യുകയും ചെയ്താൽ ഉറപ്പായിട്ടും ആ ലെവൽ ഇൻകം നമുക്ക് നേടിയെടുക്കാം. 9, 10ൽ 0.5% ഉണ്ട്. അതേ കണ്ടീഷൻ തന്നെയാണ് അതിനുമുള്ളൂ. സോ ഈ സിസ്റ്റത്തിൽ വരുന്ന എല്ലാവരുടെയും പ്രൈമറി ഗോൾ $1000 കടന്നു വരിക, $100 കടന്നു വരിക, 5 ഡയറക്റ്റ് റെഫറൽ ചെയ്യുക, $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം ചെയ്യുക. ഈ ഘട്ടത്തിൽ $5000 ടീം ടേൺ ഓവർ സംഭവിച്ചാൽ അത് ഡയറക്റ്റ് റെഫറിലൂടെ ആകാം, സിംഗിൾ ലൈനിലൂടെ ആകാം, ഏതെങ്കിലും ഒരു ലെവലിലൂടെ ആകാം. അതൊന്നും സിസ്റ്റത്തിന് വിഷയമല്ല. ടോട്ടൽ ടീം ടേൺ ഓവർ $5000 ആയോ, സിൽവർ റാങ്കിലേക്ക് നമ്മൾ എത്തും. സിൽവർ റാങ്ക് എത്തുമ്പോൾ ഒരു 4% കിട്ടുന്നത് 11-ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക്. അതോടൊപ്പം നമ്മുടെ ഫസ്റ്റ് ലെവൽ ഇൻകം 10 എന്നുള്ളത് 14 ആയിട്ട് മാറും. സെക്കൻഡ് ലെവലിൽ 3 എന്നുള്ളത് 7 ആയിട്ട് മാറും. 3, 4, 5 ലെവലിൽ 2 എന്നുള്ളത് 6% മാറും. 6, 7, 8ൽ 1% എന്നുള്ളത് 5% മാറും. 9, 10ൽ 4% മാറും. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിലൂടെ വലിയ ഇൻകം സോഴ്സിലേക്കാണ് നമ്മളെ ഈ സിസ്റ്റം നയിക്കുന്നത്. ഗോൾഡ് റാങ്കിൽ എത്തുമ്പോൾ 2 സിൽവർ റാങ്ക് ഏതെങ്കിലും 2 ലെഗിൽ വരിക, $25,000 ബിസിനസ് ചെയ്യുക. ഗോൾഡ് റാങ്ക് കണ്ടീഷൻ അത്രയേ ഉള്ളൂ. 8%ലേക്കാണ് അൺലിമിറ്റഡ് ലെവൽ മാറുന്നത്. സോ 2 ലെഗിൽ സിൽവർ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ആ ലെഗിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്ന് 4% സിൽവർക്കും ബാക്കി 4% ഗോൾഡ് റാങ്കുകാരന് കിട്ടും. ഗ്യാപ് കമ്മീഷനാണ് അവിടെ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ഡെപ്തിലും ഈ പേയ്മെന്റ് കൊടുക്കുന്നതിന് സിസ്റ്റത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എമറാൾഡ് റാങ്കിൽ 2 ഗോൾഡ് റാങ്കും $1,00,000 ബിസിനസ്സുമാണ് സിസ്റ്റം ആവശ്യപ്പെടുന്നുള്ളൂ. 12%ലേക്ക് നമ്മൾ ഇൻകം മാറും.
സോ എമറാൾഡ് റാങ്കാരന്റെ ടീമിൽ 2 ഗോൾഡ് റാങ്കാർ ഉണ്ടാകും, അയാളുടെ ടീമിൽ 4 സിൽവേഴ്സ് ഉണ്ടാകും. ആ 4 സിൽവറിന് താഴെ നടക്കുന്ന ബിസിനസ്സിൽ നിന്ന് 4% സിൽവർക്കും 4% ഗോൾഡിനും എമറാൾഡിനും 4% രൂപത്തിലായിരിക്കും ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഡയമണ്ട് റാങ്കിൽ 2 എമറാൾഡും $5 ലക്ഷം ബിസിനസ്സുമാണ് സിസ്റ്റം ആവശ്യപ്പെടുന്നത്. 16% നമ്മുടെ ഇൻകം മാറ്റിയെടുക്കാം. സോ ഫസ്റ്റ് ലെവലിൽ 10% 26% മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി ചെറിയ സബ്ജക്റ്റ് അല്ല. ഈ ഓപ്പർച്യൂണിറ്റി വലിപ്പം തിരിച്ചറിഞ്ഞാൽ ലോകത്ത് ഏറ്റവും മിറാക്കിൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ടെതർ ഓഷനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. 100% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന, അതിന്റെ കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന, ഒരു തരത്തിലും ഒരു വീഴ്ച സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മാർക്കറ്റിംഗ് പ്ലാനുമായി വരുന്ന എല്ലാവർക്കും പാസീവ് ഇൻകം സോഴ്സിലൂടെ മാത്രം ഒരു 3 മടങ്ങിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന മിനിമം ബിസിനസ് പ്ലാൻ, $20 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന $1000 റേഞ്ചിൽ നിൽക്കുന്ന ഈ ബിസിനസ് പ്ലാനിലേക്ക് പ്രൈമറി ഗോൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരാൾ കടന്നു വരികയും ആ പ്രൈമറി ഗോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് യൂണിലെവൽ പ്ലാനിലൂടെ ടീം ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ സിസ്റ്റം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് വലിയ നേട്ടങ്ങളാണ്. ആഫ്റ്റർ ലോഞ്ചിങ് ചോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്, ഈ സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റി വലിയ തോതിൽ വർദ്ധിക്കും. കാരണം 3 മാർഗത്തിലൂടെ ഈ സിസ്റ്റം ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് വരാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ടെതർ ഓഷനിൽ കണ്ട 52% മെത്തേഡ്, സെല് ചെയ്യപ്പെടുമ്പോൾ 10% ഹോൾഡ് ചെയ്യുന്ന മെത്തേഡ്, അതുകൂടാതെ ചൊവ്വ പ്ലാറ്റ്ഫോമിൽ, ടെതർ ഓഷൻ വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോമിൽ എത്ര ടേൺ ഓവർ നടക്കുന്നുണ്ടോ അതിന്റെ 20% ഇതിന്റെ ലിക്വിഡിറ്റിയിലേക്ക് വരുന്നു. ടെതർ ഓഷൻ മാർക്കറ്റ് പ്ലേസിൽ, ഗുഡ മാർക്കറ്റ് പ്ലേസിൽ, വില ഒരിക്കലും താഴെ പോകാത്ത മാർക്കറ്റ് പ്ലേസിൽ, ആ മാർക്കറ്റ് പ്ലേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതുവരെ നമ്മൾ കണ്ട മാർക്കറ്റ് പ്ലേസിലെല്ലാം ക്യാൻഡിലുകൾ നോക്കി, ന്യൂസുകൾ നോക്കി, ട്രെൻഡുകൾ നോക്കി, അപ്പ് ആൻഡ് ഡൗൺ സിറ്റുവേഷന്റെ സാധ്യതകൾ മനസ്സിലാക്കി, ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ചെക്ക് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടെതർ ഓഷൻ മാർക്കറ്റ് പ്ലേസിൽ ഒരിക്കലും അത്തരം സാഹചര്യങ്ങൾ ഒന്നും വേണ്ട. കാരണം ഇവിടെ വില താഴെ പോകത്തില്ല. എന്തുകൊണ്ട് വില താഴെ പോകത്തില്ല? ടെതർ ഓഷന്റെ പ്രൈസ് ഒരിക്കലും താഴെ പോകില്ല. അതിന്റെ 5 ഇരട്ടിയാണ് മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ്. അതുകൊണ്ട് മാർക്കറ്റ് പ്ലേസിലെ പ്രൈസും താഴെ പോകില്ല. 100% ഉറപ്പുള്ള ഈ മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് നടക്കുമ്പോൾ അവിടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന സർവീസ് ചാർജിന്റെ 20 മുതൽ 25% ടെതർ ഓഷന്റെ ലിക്വിഡിറ്റിയിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്. സോ സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ രൂപത്തിൽ ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും ടെതർ ഓഷന്റെ പ്രൈസ് ജമ്പ് ചെയ്യാനുള്ള സാഹചര്യവും ഈ അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്നു. എങ്കിൽ ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ നെറ്റ്വർക്കിൽ വരുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു $20 ഒരാൾ കടന്നു വരുന്നു. $20 ഒരു 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. അവർക്ക് ഞാൻ പേര് കൊടുത്തിരിക്കുകയാണ് ABCDE. ഇവിടെ A മുതൽ E വരെയുള്ള ആളുകളും നമ്മളും ഒരു $1000 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്യുന്നു. മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ 1% സർവീസ് ചാർജ് കൊടുക്കണം, $10. അദ്ദേഹം ഒരു $1126 എത്തുന്ന സമയത്ത് സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ $1100 എത്തുമ്പോൾ സെല്ല് ചെയ്യുന്നു. അവിടെ 3% സർവീസ് കൊടുക്കണം, $33. എങ്കിൽ $43 ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സർവീസ് ചാർജ് കൊടുത്തിട്ടുണ്ടാകും. ഏകദേശം $57 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാകും $1100 സെല്ല് ചെയ്യുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ $43 അദ്ദേഹത്തിന്റെ ID വാല്യൂവിൽ ആഡ് ചെയ്യപ്പെടും. അദ്ദേഹത്തിന്റെ പാക്കേജ് $20 എന്നുള്ളത് $63 ആയിട്ട് മാറും. അതിന്റെ ടീമിലുള്ള ഓരോ ആൾക്കാർക്കും $63 പാക്കേജിലേക്ക് അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ടീം ടേൺ ഓവർ $250 കൂടുതലായി, ഡയറക്ട് റഫറൽ $250 ബിസിനസ്സിൽ കൂടുതലായി. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ 5 ലെവൽ ഇൻകം ഓപ്പൺ ആയി. $20 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വെറും $20 5 പേരെ സ്പോൺസർ ചെയ്തു. നമ്മളും അവരും ഒരു $1000 വെച്ച് ട്രേഡ് ചെയ്ത് ഒരു $57 പ്രോഫിറ്റ് എടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ 5 ലെവൽ ബിസിനസിന്റെ എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ ഒരു സെക്കൻഡ് ട്രേഡ് ചെയ്യുന്ന സമയത്തോ അത് തന്നെ സംഭവിക്കും. 10 ലെവൽ ബിസിനസ് ഓപ്പൺ ആവും. ഇവിടെ ചോദ്യം, ഇപ്പൊ 0.23589 നിൽക്കുന്ന ഈ പ്രൈസ്, ആ സമയത്ത് മാർക്കറ്റ് പ്രൈസ് $1 ആണ്. എങ്കിൽ $1000 വാങ്ങുമ്പോൾ 848.176 അസറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. 0.26 എത്തിയപ്പോൾ അദ്ദേഹം സെല്ല് ചെയ്താൽ, അതായത് 0.2358 എന്നുള്ളത് 0.26 എത്തി. അപ്പൊ മാർക്കറ്റ് പ്രൈസിലെ പ്രൈസ് എത്രയാണ്? 1.3 എത്തി. 1.17 എന്നുള്ളത് 1.3 എത്തി. ഏകദേശം 13 സെന്റിന്റെ വിലക്കയറ്റം. ഈ $848.176 കോയിൻ
$1.3 സെല് ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുന്നത് $1102 നോക്കൂ, $1000 വാങ്ങി $1100 എത്താൻ വെറും 13 സെന്റിന്റെ ഹൈക്കിന് വേണ്ടി കാത്തിരുന്നാൽ മതി. 0.23 നിന്ന് 0.26 ടെതറോഷൻ പ്രൈസ് എത്തുന്നവരെ കാത്തിരുന്നാൽ മതി. അത് എത്ര സ്പീഡിൽ നടക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. $1000 വാങ്ങി $1100 വിൽക്കുമ്പോ 33 പ്ലസ് 10 $43 സർവീസ് ചാർജ് കൊടുക്കും. ഇങ്ങനെ സർവീസ് ചാർജ് കൊടുക്കുമ്പോ ഒരു 3 ദിവസം കൊണ്ട് അത് സംഭവിക്കുന്നു കാൽക്കുലേഷൻ ഞാൻ എടുക്കുകയാണ്. ആദ്യത്തെ 3 ദിവസത്തിൽ ഈ ലാഭം നേടി. അപ്പൊ $43 സർവീസ് ചാർജ് കൊടുത്തു. അങ്ങനത്തെ 10 ട്രാൻസാക്ഷൻ ഒരു മാസം ചെയ്തു. 10 ട്രാൻസാക്ഷൻ ഒരു മാസം ചെയ്തു. ചിന്തിക്കണം, ഈ ടീമിൽ നിൽക്കുന്ന 6 പേർ ആ സംഭവം ചെയ്യുമ്പോൾ $2580 സർവീസ് ചാർജ് ആയിട്ട് സിസ്റ്റത്തിന് കൊടുക്കും. ഈ 6 പേര് മാത്രം ചെയ്യുമ്പോൾ 2580ന്റെ 20% $516 ലിക്വിഡിറ്റിയിലേക്ക് കയറും. ടെതറോഷിന്റെ പ്രൈസ് ചേഞ്ച് വരുന്ന മെത്തേഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. വെറും 6 പേര് ചെയ്തപ്പോ. എങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. $43 വെച്ച് 10 ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിലുള്ള 1700 പേര് ചെയ്യുകയാണെങ്കിൽ $7,31,000 സർവീസ് ചാർജ് ആണ് സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ 20% $1,46,200 ലിക്വിഡിറ്റിയിൽ കയറുമെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പ്രൈസിന്റെ ജമ്പിംഗ് പാറ്റേൺ എത്ര സ്പീഡിലായിരിക്കും. ഇവിടെ ഈ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് 10 ട്രേഡൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കുകയാണ്. $570 ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ $57 ആണ്. കാരണം എന്താ, $1000 വാങ്ങുന്നു, $1100 വിൽക്കുന്നു, $43 സർവീസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി $57 പ്രോഫിറ്റ് ആണല്ലോ. സോ ഒരു മാസത്തിൽ 10 ട്രേഡിലൂടെ $570 പ്രോഫിറ്റ് അവരെടുക്കും. അങ്ങനെ പ്രോഫിറ്റ് എടുക്കുമ്പോ പ്രോ ട്രേഡർ പൂൾ ഇൻകം എന്നുള്ള ഇൻകം സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. $1000 വാങ്ങലും $1000 വിൽക്കലും നടത്തിയാൽ ഒരു പോയിന്റ് ആണ് എങ്കിൽ 10 ട്രാൻസാക്ഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 10 ട്രാൻസാക്ഷനിലൂടെ 10 പോയിന്റ് കിട്ടുന്നുണ്ട്. ആ പൂൾ സിസ്റ്റത്തിന്റെ പോയിന്റ് സിസ്റ്റം നോക്കുമ്പോൾ $5000 ടേൺ ഓവർ വന്നാൽ 5 + 5 ഒരു എക്സ്ട്രാ 5 പോയിന്റ് കൂടെ കിട്ടും. സോ 10 ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 10 + 10 20 പോയിന്റ് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രോ ട്രേഡർ ഇൻകം പൂളിലേക്ക് സിസ്റ്റം കൊണ്ടുവരുന്ന ടേൺ ഓവർ മാത്രം എടുത്ത് നോക്കി. എത്രയാണെന്നറിയോ? $7,31,000 10% $73,100 പ്രോ ട്രേഡർ പൂൾ ഇൻകത്തിന്റെ ഫണ്ട് മാത്രമായിട്ട് വരികയാണ്. ചിന്തിക്കണം, വെറുതെ ഒരു ചെറിയ കാൽക്കുലേഷൻ എടുത്തപ്പോ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ സിസ്റ്റത്തിൽ പ്രോഫിറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രോഫിറ്റിന് വേണ്ടി മെനക്കെടുന്ന, ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലും കമ്മ്യൂണിറ്റി മാർക്കറ്റിലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലും ഫോറക്സ് മാർക്കറ്റിലും എല്ലാം ട്രേഡ് ചെയ്ത് ഒരുപാട് കടമ്പകളുടെ ടെൻഷനിലൂടെ മുന്നോട്ട് പോകുന്ന ട്രേഡേഴ്സ് ഈ മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചൊന്ന് മനസ്സിലായാൽ അവർ ഇതിലേക്ക് വരുമോ ഇല്ലയോ അസസ് ചെയ്ത് നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ, ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എങ്കിൽ ഈ സിസ്റ്റത്തിൽ എത്രമാത്രം സ്പീഡിൽ പ്രൈസ് ജമ്പ് വരാൻ സാധ്യതയുണ്ട്. ഇമാജിനേഷന്റെ റിയാലിറ്റിയിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ, കാൽക്കുലേഷൻ ബേസ് ചെയ്ത് സിസ്റ്റത്തെ ഒന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ടെതറോഷിന്റെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് വലിയൊരു ട്രെൻഡായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊരു പുതിയ ടെക്നോളജിയാണ്. വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന ഈ ടെക്നോളജി മുൻനിർത്തിക്കൊണ്ടാണ് ഈ സിസ്റ്റം ഇനി കൊണ്ടുവരാൻ പോകുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉണ്ടാകുക. ഫസ്റ്റ് പ്ലാറ്റ്ഫോം കഴിഞ്ഞ 10 മാസം കംപ്ലീറ്റ് ചെയ്ത് 11 മാസം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ 2258% ഗ്രോത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2258% ഗ്രോത്ത്. ചിന്തിക്കണം, കേവലം 1700 പേരുടെ ഒരു കമ്മ്യൂണിറ്റി എത്തിയപ്പോഴത്തേക്കും അത്രയും ഗ്രോത്ത് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടെക്നോളജിയിലേക്ക് 17,000 ആൾക്കാർ എത്തുമ്പോഴത്തേക്കും എത്രമാത്രം ഗ്രോത്ത് റേറ്റ് ഉണ്ടാകും? 1,70,000 ആൾക്കാരാകുമ്പോഴത്തേക്കും എത്രമാത്രം ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് പോകും? ഈ ടെക്നോളജി എത്രമാത്രം ഗ്രോത്ത് നമുക്ക് തരും? സിസ്റ്റത്തിൽ 1,70,00,000 ആൾക്കാരും വരും, 17 കോടി ആൾക്കാരും വരും. അതിനുവേണ്ടി നമ്മളൊന്ന് ഇറങ്ങിത്തിരിച്ചാൽ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എത്രമാത്രം വലിപ്പമുള്ള കാര്യമാണ്. സോ ഒരു സോളിഡ് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് www.tetherocean.com. സുഹൃത്തുക്കളെ, ഒന്ന് മനസ്സിലാക്കാൻ, ഈ ട്രെൻഡ് എന്താണെന്ന് തിരിച്ചറിയാൻ, പുതിയ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഒരുപക്ഷെ ക്രിപ്റ്റോ കറൻസി എന്ന ഇൻഡസ്ട്രി ലോകത്തേക്ക് ഓപ്പൺ ചെയ്യപ്പെട്ടപ്പോ 2009 ബിറ്റ്കോയിൻ എന്ന പ്രൊജക്റ്റിലൂടെ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി പരിചയപ്പെട്ടു വന്നപ്പോ
ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ടെക്നോളജി മനസ്സിലാക്കി തരാൻ ആരും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലായി വന്നപ്പോഴത്തേക്കും പിടിച്ച കെട്ടാത്ത ലെവലിലേക്ക് അതിന്റെ പ്രൈസ് എത്തുകയും ചെയ്തു. ഇന്ന് ബിറ്റ്കോയിനെ കുറിച്ച് നമുക്ക് യാതൊരു സന്ദേഹവുമില്ല. ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയെ കുറിച്ച് ധാരാളം അറിവുകൾ നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷെ വുഡ ടെക്നോളജി, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന ടെക്നോളജി ഇന്ന് നമ്മൾ കേട്ടു. ഇതൊന്ന് ആധികാരികമായി പഠിക്കാൻ നമ്മൾ തയ്യാറാണോ? ദ യൂണിവേഴ്സ് വിൽ ഡിസ്കസ് വുഡ ടെക്നോളജി വെരി ഷോർട്ട്ലി. ലോകം മുഴുവൻ വുഡ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കും, യാതൊരു തർക്കവുമില്ല. ആ സമയത്ത് അതിന്റെ പയനേഴ്സ് ആയിട്ടൊന്ന് ചുക്കാൻ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സോ സുഹൃത്തുക്കളെ, ഈ ഒരു റിക്വസ്റ്റോട് കൂടി ഈ പ്രസന്റേഷന്റെ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ലോകത്ത് വലിയൊരു ട്രെൻഡാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ആ ട്രെൻഡിന്റെ വക്താക്കളായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായ ഒരു മാർക്കറ്റിംഗ് പ്ലാനിലൂടെ വളരെ ഈസി ആയിട്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിന്റെ സാധ്യതയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഏറ്റെടുത്ത് വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ ഓരോരുത്തർക്കും മാറാൻ സാധിക്കണം. അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് സമയം നമുക്കൊരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് കടന്നു പോകാം. മൈക്ക് ഓപ്പൺ ചെയ്ത് ഈ തന്ന ഇൻഫോർമേഷനിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മാത്രമാണ് ഇവിടെ വളരെ വ്യക്തമായ ചോദ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. താങ്ക് യു. ഹലോ പുല്ലുക്കാട്. സാറേ, ഇതിനകത്ത് നമ്മളൊരു ഇൻവെസ്റ്റർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവോ? തീർച്ചയായും. ഇപ്പൊ 3500 യൂണിറ്റ്സ് കിട്ടിയ ഒരു ഇൻവെസ്റ്റർക്ക് ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ $825 കിട്ടുന്നുണ്ടല്ലോ. $100 അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത്രയും $100 ഗ്രോത്ത് ആയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. തീർച്ചയായും സിസ്റ്റത്തിൽ അത്തരത്തിൽ നിന്നാൽ പോലും ബെനിഫിറ്റ് ആണ്. ഓക്കെ. ഏത് ആംഗിളിലും നോക്കാം. പാസീവായിട്ട് നിൽക്കാം, ആക്റ്റീവായിട്ട് നിൽക്കാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. വെൽക്കം വെൽക്കം. യെസ്, രാജു മേനോൻ. സാറേ, യെസ്. ഇതില് ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആൾക്ക് 5 ഐഡിയ അടിക്കാൻ പറ്റുമോ സിംഗിൾ ആയിട്ട്? ചെയ്യാൻ പറ്റും. 5 വാലറ്റ് അദ്ദേഹം യൂസ് ചെയ്യണമെന്ന് മാത്രം. 5 വാലറ്റ് എന്ന് പറഞ്ഞാൽ 5 ട്രസ്റ്റ് വാലറ്റാ? അല്ല, ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ വാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യാലോ. അതെ, ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യുന്നതിന്റെ ഗുണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ലെവൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ആയിരിക്കും അല്ലേ അത്? അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് $100 എടുത്തിട്ട് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സിസ്റ്റം പറയുന്ന എല്ലാ ലെവൽ ഇൻകം കിട്ടണമെങ്കിൽ ഓരോ വാലറ്റിനും 5 ഡയറക്റ്റ് റെഫറൽ ചെയ്തിട്ടുണ്ടാകണം. അച്ഛാ, ഓരോന്നിലും അച്ഛാ ഒരാളുടെ പേര് വരാൻ പാടില്ല. അപ്പൊ 5 പേര് 5 പേര് വന്നൊന്നും സിസ്റ്റം ബുദ്ധിമില്ല. ഒരു വാലറ്റിന് ഒരു രജിസ്റ്റേർഡ് ഐ ഡി ആണ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. ആ വാലറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഇൻകവും സിസ്റ്റം തരുന്ന എല്ലാ ഇൻകവും നേടണമെങ്കിൽ ആ വാലറ്റ് 5 ഡയറക്റ്റ് റെഫറൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വാലറ്റായി മാറണം. ഓക്കെ. ഡയറക്റ്റ് റെഫറൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് സ്വയമേവ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണേ ഞാൻ. ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന വാലറ്റുകളെല്ലാം തന്നെ ഇൻഡിവിജ്വൽ വാലറ്റ് ആയില്ലേ? അതിനെല്ലാം ഈ 5 റെഫറൽ ചെയ്യേണ്ടി വരൂലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളത് ശരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. തീർച്ചയായും. ഒരു ഐ ഡി ചെയ്ത് ആ ഐ ഡിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ ട്രേഡ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും ഗുണകരം. അച്ഛാ, ഓക്കെ. നമ്മുടെ ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്യണം. തീർച്ചയായും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രൈസ് കൂടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് വാങ്ങിക്കുന്ന സമയത്തും അത് വിൽക്കുന്ന സമയത്തും. നമുക്കിപ്പോ എത്ര യൂണിറ്റ് കിട്ടും 100 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ? 100 വാങ്ങുകയാണെങ്കിൽ 35 / 0.23589 പക്ഷെ 148.37 യൂണിറ്റ്സ് കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് 100 മീതൊക്കെ വാങ്ങിക്കില്ല. ഈ 100, 200, 300, 400 ഒക്കെ വാങ്ങിക്കാൻ പറ്റും. എത്ര വാങ്ങാം. അതിനൊന്നും കണ്ടീഷൻ ഇല്ല. മാക്സിമം സിംഗിൾ ബൈ എന്ന് പറഞ്ഞാൽ $1000. $1000. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കട്ടെ, നമുക്കിത് പാസീവായിട്ട് സപ്പോസ് എനിക്കിപ്പോ ആരെയും ചേർക്കണ്ടെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഞാൻ ഒരു ചോദിക്കണ്. അപ്പൊ ആ കേസിൽ വരുമ്പോ
അങ്ങനെ സപ്പോസ് ഞാനൊരു $500 ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൈലന്റ് ആയിട്ടിരുന്നു. ശരി. ഓക്കെ, അപ്പൊ എനിക്ക് അതിന്റെ വില കൂടുന്ന സമയത്ത് എനിക്ക് അതിന് കൊടുക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് കൊടുക്കാൻ പറ്റും, ഇൻസ്റ്റന്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, കൊടുക്കാൻ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിൽ? ട്രസ്റ്റ് വാലറ്റോ ടോക്കൺ പോക്കറ്റോ മെറ്റാമാസ്കോ 3 വാലറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് തീർച്ചയായും. വിൽക്കുന്ന സമയത്ത് നമുക്ക് എത്ര കമ്മീഷനാണ് കൊടുക്കേണ്ടത് ട്രസ്റ്റ് വാലറ്റിലേക്ക്? നമുക്ക് വിഡ്രോ ട്രസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ വാലറ്റിലേക്ക് ഒന്നും കൊടുക്കണ്ട. ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊടുക്കേണ്ടത് ആ ഒരു ട്രാൻസാക്ഷനുള്ള BNB ബ്ലോക്ക് ചെയിനിലെ ആ ഗ്യാസ് ഫീ മാത്രമാണ്. അതൊരു ട്രാൻസാക്ഷന് ഒരു 5 രൂപ അല്ലെങ്കിൽ 6 രൂപ റേഞ്ചിലുള്ള BNB മാത്രമേ ഉള്ളൂ. എത്ര BNBയുടെ വില കൂടിയാലും അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. ഒരു ട്രാൻസാക്ഷന് നമ്മൾ എത്ര ട്രാൻസാക്ഷൻ ചെയ്യുന്നോ അതനുസരിച്ച് അത്രയും എമൗണ്ട് ഗ്യാസ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു മാത്രം. സിസ്റ്റം ചെയ്യുന്നത് നമ്മൾ എത്ര യൂണിറ്റ്സ് വിൽക്കുന്നുണ്ടോ അതിന് എത്ര പേയ്മെന്റ് ആണോ നമുക്ക് തരേണ്ടത് അതിന്റെ 90% നമുക്ക് തിരിച്ചു തരും. ഓക്കെ. ഉദാഹരണം $500 ഇപ്പൊ സാറ് ചെയ്യുന്നു. സാറ് കോയിൻ ഹോൾഡ് ചെയ്തപ്പോഴത്തേക്കും അതൊരു $2000 മാറി. ഓക്കെ, സാർ അതിൽ ഒരു $1000 വിൽക്കുന്നു. സാറിന് $900 അപ്പൊ തന്നെ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ ട്രാൻസാക്ഷനും USDT ആണ് ഉപയോഗിക്കുന്നത്. USDT ആണ്, Web20 USDT. ഓക്കെ ഓക്കെ ഓക്കെ. ഇവൻ ഒരു ചെറിയൊരാളെ 20 USDT കൊടുത്തിട്ട് കൊണ്ടുവരാനും പറ്റും ഇതിന്റെ ഉള്ളിൽ? പറ്റും, തീർച്ചയായും പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. 20, 21, 22, 25 ഏത് സംഖ്യ വേണമെങ്കിലും ഉപയോഗിക്കാം. 20-ന് മേലുള്ള ഏത് സംഖ്യ ഉപയോഗിക്കാം, 1000 വരെ ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു പാക്കേജ് എന്നൊരു കൺസെപ്റ്റ് കൂടി ഇല്ല. ഓക്കെ ഓക്കെ. ഇനി ഒരാൾ ഇപ്പൊ 100 ചെയ്തു, ഒരു ക്ലാരിഫിക്കേഷൻ തരികയാണ്. ഒരാൾ 100 ചെയ്തു, പക്ഷെ ഇനിയിപ്പോ അയാൾക്ക് തോന്നുകയാണ് 20 കൊണ്ട് വാങ്ങാം. 100 ചെയ്ത ഒരാൾക്ക് വീണ്ടും 100 കൊണ്ടേ വാങ്ങാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഓക്കെ. നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചു വെക്കാൻ പറ്റും എപ്പോ വേണമെങ്കിലും. എത്ര വേണമെങ്കിലും വാങ്ങാം. നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നമുക്ക് വാങ്ങി വെക്കാം. അതിന് നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണം? ഇത് ഈ പ്രോഗ്രാമിൽ കൂടെ തന്നെ പോകാൻ പറ്റുമോ അതോ വേറെ ആരെങ്കിലും ത്രൂ ലിങ്കിൽ കൂടെ ചെയ്യാൻ പറ്റുമോ? സാറിന് ആരാണോ സൂം ലിങ്ക് അയച്ചതെന്ന് അദ്ദേഹത്തെ ബന്ധപ്പെടുക. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ, വെൽക്കം. I am from Bombay. Oh, welcome sir. Hello, good evening sir. Hello. Yes, high tech സംസാരിച്ചു. വീഡിയോ ഓണാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. No problem. അപ്പോൾ സാർ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയും. ഇപ്പൊ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടി. ഓക്കെ. നമുക്ക് ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും നെറ്റ്വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? തന്നെയല്ല, നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ മിനിമം നമ്മൾ എത്ര പേരെ ചെയ്യിപ്പിക്കണം, അതിന്റെ ഇത് ബെനിഫിറ്റ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, അതൊന്ന് പറഞ്ഞു തരൂ സാർ. സിസ്റ്റത്തിന്റെ തുടക്കം മുതൽ പ്ലാനിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇന്ന് കയറാൻ പറ്റിയില്ല. എനിക്ക് ജസ്റ്റ് കയറിയാണുള്ളൂ. കുറച്ച് മുമ്പ് കയറിയുള്ളതാണ്. കുറച്ച് മുമ്പുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം മുതലേ ഏകദേശം 9 മണി മുതൽ 9:49 വരെ പ്രസന്റ് ചെയ്ത് മുഴുവൻ പ്ലാൻ ആയിരുന്നു. പറയുന്നത് പോലെ അത് പറയണമെങ്കിൽ വീണ്ടും ഇതേ പ്ലാൻ തന്നെ ഇതേ സമയം എടുത്ത് വീണ്ടും പറയേണ്ടി വരും. ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ബ്രീഫായിട്ട് പറയുന്നതിന് എളുപ്പം സാറിന് ഇതിന്റെ യൂട്യൂബ് വീഡിയോസ് കിട്ടും. ഈ പ്രോഗ്രാമിന്റെ തന്നെ യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് കിട്ടും. അത് വീണ്ടും വാച്ച് ചെയ്യുക. അടുത്ത മീറ്റിംഗ് ബുധനാഴ്ച ഉണ്ട്. ബുധനാഴ്ച സാറ് കയറുകയാണെങ്കിൽ നമുക്ക് ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയും നേരം സംസാരിച്ചത് വീണ്ടും അതേ കാര്യം റിപ്പീറ്റ് ചെയ്യണ്ടേ? ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. ഇവിടെ നെറ്റ്വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഇൻവെസ്റ്റർ ആയിട്ട് നിൽക്കുക, രണ്ടുപേരും ഒരുപോലെ ബെനിഫിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. രണ്ടുപേരും ഒരുപോലെ ബെനിഫിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നെറ്റ്വർക്ക് ചെയ്യുന്നതുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ലിവറേജിങ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഉദാഹരണം, എനിക്കൊരു $100 ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എന്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് എന്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ്. പക്ഷെ എന്റെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാർക്ക് $1000 $10,000 ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവരിലേക്ക് നെറ്റ്വർക്ക് ജമ്പ് ചെയ്ത് കൊടുത്താൽ അവർ അവരുടെ കപ്പാസിറ്റി യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റവന്യൂ എന്നിലേക്ക് വരുമാനമായിട്ട് കയറി വരും അല്ലേ? എന്നാൽ ഞാൻ $100 സാലറി ആയിട്ടാണെങ്കിലോ $100 ബെനിഫിറ്റ് എനിക്ക് കിട്ടത്തുള്ളൂ. സോ ലിവറേജ് ചെയ്യാൻ ഏറ്റവും ഈസി മെത്തേഡ് നെറ്റ്വർക്ക് ആണ്. ലോകത്തിൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ചെയ്യുന്നത് ലിവറേജിംഗ് ആണ്. അവർ കോടികളിൽ നിന്ന് വീണ്ടും കോടികൾ ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാന തത്വം ലിവറേജ് ആണ്. അവർ ലിവറേജ് ചെയ്യുന്നത് പബ്ലിക്കിനെയാണെന്ന് മാത്രം. നമ്മളും ലിവറേജ് ചെയ്യുന്നത് പബ്ലിക്കിലേക്കാണ്.
ഓക്കെ, ആക്ച്വലി ഇത് ചോദിച്ചത് എന്റെ മോനൂടെ ഇരിപ്പുണ്ട്. അവനൂടെ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചോദിച്ചത്. ഉറപ്പായിട്ടും. കാരണം അപ്പൊ ഏത് നെറ്റ്വർക്കിംഗ് തലമുറയാണെങ്കിലും നെറ്റ്വർക്കിംഗ് അതെ. വരുമാനം ഉണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ പെർഫോമൻസിലൂടെ കോടികൾ സമ്പാദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ ആ ടീം വർക്കിലൂടെ കോടികൾ സമ്പാദിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മാത്രം, അതിൽ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കി വർക്ക്ഔട്ട് ചെയ്യണമെന്ന് മാത്രം. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ സാറേ? ചോദിച്ചോളൂ. ഇതിപ്പോ സാധാരണ നെറ്റ്വർക്ക് പോലെ ഇത് ലീഗാലിറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിന്റെ ലീഗലൈസേഷനും മറ്റു കാര്യങ്ങളും? തീർച്ചയായും ന്യായമായ ചോദ്യമാണ്. ഈ സിസ്റ്റം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതും ഈ സിസ്റ്റം ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്നതും BEP20 ബ്ലോക്ക് ചെയിനിലാണ്. ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ആണ് BP20 എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ലൈസൻസുകളും ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആ ബ്ലോക്ക് ചെയിൻ വർക്ക്ഔട്ട് ആകുന്നത്. ഉദാഹരണം, ബിനാൻസിന്റെ ഇന്ത്യൻ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ അതേ പ്ലാറ്റ്ഫോം നമുക്ക് US ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം US അതിന് വേറെ ബിനാൻസിന്റെ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധികമായി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ അതിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആണ്. അതിലുപരി അതിൽ വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ടാണ് ഈ സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലും ഉപരി അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാലറ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ആ വാലറ്റിൽ വന്നിരിക്കുന്ന സംഖ്യയെ കൈകാര്യം ചെയ്യാൻ ഈ സിസ്റ്റത്തിന്റെ പാർട്ടിസിപ്പൻസ് ആയ നമുക്ക് ഓരോരുത്തർക്കും മാത്രമേ സാധിക്കൂ. ഇതിന്റെ ഡെവലപ്പേഴ്സിനോ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനോ ഒന്നും ആ ഫണ്ടിന് തൊടാൻ സാധിക്കില്ല. ആ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ ആണോ അല്ലയോ എന്ന് ഒരു സൂം പ്രോഗ്രാമിലൂടെ ഒരാൾ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാമിനെ ഒരു ബ്ലോക്ക് ചെയിൻ എക്സ്പേർട്സിന് കൊടുത്ത് ഓഡിറ്റ് ചെയ്യിപ്പിച്ചാൽ അവർ തരുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാകും ഇതിൽ ബാക്ക്ഡോർ എൻട്രി ഇല്ല എന്നുള്ളത്. സിസ്റ്റം ഓൾറെഡി ആ ഓഡിറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കൈവശം ആ റിപ്പോർട്ട് ഉണ്ട്. അത് വേണമെങ്കിൽ പരിശോധിച്ച് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടി പേയ്മെന്റ് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പരിശോധിപ്പിക്കാം. എങ്ങനെ പരിശോധിച്ചാലും ഈ ബാക്ക്ഡോർ എൻട്രി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് 100% വ്യക്തമായിട്ട് മനസ്സിലാവും. താങ്ക് യു. വെൽക്കം. യെസ്, വേറെ ആർക്കെങ്കിലും? സാറേ നമസ്കാരം. നമസ്കാരം, വിദ്യാധരൻ സാർ. ഓക്കെ സാറേ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോ നമ്മളൊരു 100 USDT ഇൻവെസ്റ്റ് ചെയ്തു. ശരി. നമുക്ക് ടീം ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. ശരി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എത്ര നാൾ കൊണ്ടാണ് നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ്? ഞാൻ ഇടയ്ക്കാണൊന്ന് കയറിയതേ. അത് സാറിന് ഇദ്ദേഹം നേരത്തെ ഹൈടെക് ചോദിച്ച അതേ കാര്യം തന്നെ ഞാൻ സാറിനോട് ഒന്ന് ആവശ്യപ്പെട്ടാണ്. യൂട്യൂബ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണുക. ഈ പ്രോഗ്രാമിന്റെ തന്നെ യൂട്യൂബ് വീഡിയോ ഇന്ന് തന്നെ റിലീസ് ആകും, ഇന്നല്ലെങ്കിൽ നാളെ റിലീസ് ആകും. അത് കണ്ടാൽ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോസും അവൈലബിൾ ആണ്. ആ വീഡിയോസിലും എല്ലാം കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. മെയിനായിട്ട് സംഗതി ചെയ്യുന്ന കാര്യം, 10 വർഷം മുന്നം 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ സ്വർണം വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഇന്ന് ആ സ്വർണം വിൽക്കുകയാണെങ്കിൽ എത്ര ലാഭം കിട്ടും? വലിയ ലാഭം കിട്ടും. എന്നാൽ 10 വർഷം മുമ്പ് പറയാൻ പറ്റുമോ 10 വർഷം കഴിയുമ്പോൾ ഇത്ര ലാഭം കിട്ടുമെന്ന്? ഇല്ല. എന്താ കാരണം? ഗ്രോത്ത് ആണ്. ഗ്രോത്ത് എത്ര വേണമെങ്കിലും ആകാം. പക്ഷെ സ്വർണത്തിന്റെ കേസിൽ ഗ്രോത്ത് വന്നു, പക്ഷെ അത് നിലനിൽക്കണമെന്നില്ല, വീണ്ടും ചിലപ്പോൾ താഴെ പോവാം. പക്ഷെ ടെതർ ഓഷനിൽ ഗ്രോത്ത് വന്നാൽ പിന്നെ താഴെ പോവില്ല. ആദ്യത്തെ കസ്റ്റമർ ഇന്ന് 3500 യൂണിറ്റ്സ് കിട്ടിയ കസ്റ്റമർ ഇന്ന് വരെ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രൈസിൽ അദ്ദേഹം സെല് ചെയ്താൽ $825 കിട്ടും. $100 വാങ്ങിയ കസ്റ്റമർ ഇന്ന് സെല് ചെയ്താൽ $825 അദ്ദേഹത്തിന് എടുക്കാം. ഇനി അദ്ദേഹം ഹോൾഡ് ചെയ്തു, ഒരു വർഷം കൂടെ ഹോൾഡ് ചെയ്താൽ അത് എവിടെ എത്തുമെന്ന് ഇപ്പൊ പറയാൻ പറ്റൂല. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഗ്രോത്ത്. പക്ഷെ ഈ 825 നിന്ന് ഇനി 824 ഒരിക്കലും കുറയില്ല. ഇതിന്റെ മാത്തമാറ്റിക്സ് അങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെഗ്മെന്റിനെ വുഡ എന്ന് വിളിക്കുന്നത്, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ഓക്കെ, സോ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക. നമുക്ക് അടുത്ത ബുധനാഴ്ച മീറ്റിംഗിൽ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ സാർ, താങ്ക് യു. വെൽക്കം. താങ്ക് യു.
ഹലോ വിദ്യാധരൻ സാറേ, മീറ്റിംഗ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ എല്ലാ കാര്യം പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ബിനോയ്, ഓക്കെ കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്. സോ 9:56 എത്തി. സോ രണ്ടുപേരുടെ മൈക്ക് ഓപ്പൺ ആണ്. അജിത് ദേവ് പ്രസാദ് സർ. യെസ് സാർ, നമസ്കാരം. നമസ്കാരം. പ്രസന്റേഷൻ വാസ് വെരി ഫാന്റാസ്റ്റിക് വൺ. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ കുറെ പേര് ചോദ്യങ്ങൾ ചോദിച്ചു. അതില് ഞാൻ പരിചയപ്പെടുത്തിയ കുറച്ച് ആൾക്കാരും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോ Yes. ഇളങ്ങുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. വെരി ഗുഡ്. ഇവിടെ ഒരു നല്ലൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ രണ്ടുപേരും Wow. ഇപ്പോൾ മാറിയെന്ന് കേൾക്കുന്നുണ്ട്. സംശയങ്ങൾ വളരെ നന്നായിട്ട് സാറ് പ്രസന്റ് ചെയ്തു. ഏതായാലും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഒരു ഫീച്ചർ, ഒരു ചെറിയ പോയിന്റ് മാത്രം പറയുന്നു. എൻ്റെ പേര് അജിത് ദേവ് പ്രസാദം, വീട് തൃപ്പൂണിത്തുറയാണ്. വളരെ നന്നായിട്ട് തന്നെ ഈ പ്രോഗ്രാം ചെയ്യുന്നു. ഗോൾഡ് റാങ്കിൽ ഞാൻ അച്ചീവറായിട്ട് പോകുന്നു. ഒറ്റ പോയിന്റേ ഉള്ളൂ സാറേ. ഈ ഒരു പോയിന്റ് നമ്മൾ ആലോചിക്കുക, ലോകത്ത് ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് വ്യത്യസ്ത വിലയിലല്ല, ഒരേ വിലയിൽ തന്നെ പല പ്രാവശ്യവും നമുക്ക് വാങ്ങാൻ സാധിക്കും. ഏത് പ്രൊജക്ട്, അല്ലെങ്കിൽ ഒരു സോപ്പാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാറാണെങ്കിലും അതേ വേരിയന്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നാൽ ടെതർ ഓഷ്യൻ മാത്രം ഒരാൾക്ക് ഒറ്റ പ്രാവശ്യം ഒരേ റേറ്റിൽ ലഭിക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ മതിയാവും. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ടെതർ ഓഷ്യൻ മാത്രം ഒരു റേറ്റിൽ ഒറ്റ പ്രാവശ്യം കിട്ടുന്നു. പക്ഷേ മജീദ് സാർ പറഞ്ഞ പോലെ now it come down. ഒബ്വിയസ്ലി അതൊരിക്കലും താഴത്തേക്ക് വരില്ല, അത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പോയിന്റ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർക്കുക. നാളെ അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ 2030-ൽ, 2035-ൽ, 2040-ൽ എത്രയായിരിക്കും ഇതിന്റെ വില എന്ന് അൺപ്രഡിക്റ്റബിൾ. ഇത് ഹ്യൂജ് വൺ. ഇത് ബിറ്റ് കോയിനെയും വെട്ടിപ്പോകുന്നൊരു കാലത്തേക്ക് വരും. ഓക്കെ, താങ്ക് യു. അങ്ങനെ ആവട്ടെ സർ, തീർച്ചയായും. ഹലോ. യെസ് ആസിഫ്. ഞാന് ഇപ്പൊ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സോറി. പിന്നെ എന്റെ ഒരു പ്ലാൻ കുറച്ച് 2 ദിവസമായി കേട്ടിട്ട്, പക്ഷെ ഇതിന്റെ ഏറ്റവും ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ കോയിന്റെ റേറ്റ് ഇപ്പൊ സെല് ചെയ്ത് കഴിഞ്ഞാലും റേറ്റ് അപ്പ് ആവും പറഞ്ഞില്ലേ? അതെ. അതെങ്ങനെ? അത് എങ്ങനെയാണെന്നാണ് 9 മണി മുതൽ 9:40 വരെയുള്ള സമയത്ത് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ യൂട്യൂബ് വീഡിയോ ഒന്നുകൂടെ കണ്ടതിന് ശേഷം ബുധനാഴ്ച മീറ്റിംഗിൽ വന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ കാരണം എന്ന് അറിയോ? ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറേ സമയം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ടാണ്. ഓക്കെ. അല്ല, ഇതിന്റെ ഈ യൂട്ടിലിറ്റി എന്താ? ഇത് ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റ് അല്ല. യൂട്ടിലിറ്റിയെ കുറിച്ച് ചോദിക്കാനായിട്ട് വൈറ്റ് പേപ്പർ ഈ സിസ്റ്റത്തിന് ഇല്ല, എക്സ്ചേഞ്ച് ഈ സിസ്റ്റത്തിന് ആവശ്യമില്ല, ഈ സിസ്റ്റത്തിന് പ്രൊജക്റ്റുകൾ ആവശ്യമില്ല. ഇതെല്ലാം ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊരു പുതിയ സെഗ്മെന്റ് ആണ്. വുഡ എന്നാണ് ഈ സെഗ്മെന്റ് വിളിക്കുന്ന പേര്. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ് എന്നാണ് ഈ സെഗ്മെന്റ് വിളിക്കുന്ന പേര്. ഇവിടെ വില കയറുക മാത്രമേ ഉള്ളൂ, ഇറങ്ങുകയില്ല. അതെങ്ങനെയെന്ന് മനസ്സിലാക്കുന്ന കാൽക്കുലേഷൻ, അതിന്റെ ലോജിക്, അത് ഓൾറെഡി Web20 ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ആ മീറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത മീറ്റിംഗിൽ ഒന്ന് കയറി വരൂ, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത സുഹൃത്തിനോട് ചോദിക്കും. അല്ലെങ്കിൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ടഫാണ്, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. സോ 10 മണി ആയി കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ബുധനാഴ്ച വീണ്ടും 9 മണിക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുക. സമയം കളയാനില്ലാതെ പ്രോഗ്രാമിൽ പറയുന്ന ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റെടുക്കാൻ പറ്റിയ ലൈഫിൽ ഒരു മിറാക്കിൾ ആയിരിക്കും. ഇതുവരെ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നത്തെ നാമാണ്. നാളെ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങളോ നഷ്ടങ്ങളോ നേട്ടങ്ങളോ എല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, ആ അറിവിനെല്ലാം മാറ്റിവെച്ചിട്ട് വുഡ സെഗ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്, അതിന്റെ പവർ എന്താണെന്ന് തിരിച്ചറിച്ച് ഏറ്റെടുക്കുക. വിജയം സുനിശ്ചിതം. താങ്ക് യു. ഗുഡ് നൈറ്റ്.